അതിലുണ്ടൻ നമ്മളിന്ന് കണ്ടുമുട്ടിയത് ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ്. അതിൻ്റെ കാലഘട്ടത്തിൽ കണ്ട മൂന്നാമത്തെ മുഖ്യമന്ത്രി, രണ്ടാമത്തെ മുഖ്യമന്ത്രി ആയിരിക്കും എന്ന് തോന്നുന്നു, അറിവ് വെച്ച കാലം മുതലുള്ള വി ഡി സതീശൻ. കുറച്ച് ദിവസമായതേ ഉള്ളൂ അദ്ദേഹം അധികാരം ഏറ്റെടുത്തതിന് ശേഷം. ആ രാഷ്ട്രീയ മാറ്റത്തെ കേരളം വളരെ കൗതുകത്തോട് കണ്ടത്. വലിയ വായനാശീലമുള്ള ഒരു മനുഷ്യൻ, രാഷ്ട്രീയക്കാരിൽ വ്യത്യസ്തൻ എന്നൊക്കെയാണ് ആദ്യം പാടി പുകഴ്ത്തിയത്. പക്ഷേ അമ്പേ വല്ലാത്ത നിരാശ. ഹിപ്പോക്രറ്റ് എന്ന് ഞാൻ പറയുന്നില്ല, ഒരു ഐറണി തോന്നി. കഴിഞ്ഞ നിയമസഭയിൽ, ഈ നടന്നുകൊണ്ടിരിക്കുന്ന നിയമസഭയിൽ ഒരു പ്രസംഗമാണ് ശ്രദ്ധേയമായത്. നാസികളും മാർക്സിസ്റ്റുകളും കൈകോർത്തിട്ടുണ്ട്, ഫാസിസത്തിന് കൈകോർക്കാൻ ഒരു മടിയുമില്ലാത്തവരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്ന രീതിയിലൊരു പ്രസ്താവന. നിയമസഭയിൽ അദ്ദേഹം ഇരുന്ന കസേരയിൽ തിരുക്കൊച്ചിയിൽ സി കേശവനായിരുന്നു, അറിയാം, സി കേശവൻ മുഖ്യമന്ത്രിയായിരുന്നു 51-52 ഘട്ടത്തിൽ. അത് കഴിഞ്ഞ് EMS ഇരുന്നു. അതിനുശേഷം അച്യുതമേനോൻ വന്നു. ഞാൻ ഈ 3 പേരെ പേരും പറയാൻ കാരണം മുഖ്യമന്ത്രി കസേരയുടെ പ്രാധാന്യം എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ്. ചരിത്രത്തെ എങ്ങനെ നോക്കിക്കാണണം, നിയമസഭയിൽ ഒരു രേഖ അവതരിപ്പിക്കുമ്പോൾ അതിലെത്രമാത്രം സത്യമുണ്ടാകണം എന്ന് വളരെ ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നവരാണ്. EMSൻ്റെ ചരിത്ര പുസ്തകങ്ങളെക്കുറിച്ചൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം. അച്യുതമേനോൻ അതുപോലെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് വേൾഡ് H.G. വെൽസിൻ്റെ പുസ്തകം വിവർത്തനം ചെയ്തത് അച്യുതമേനോനാണ്. ഞാൻ പറഞ്ഞു വരുന്ന മറ്റൊന്നുമല്ല, വലിയ ചരിത്ര പണ്ഡിതന്മാർ ഇരുന്ന കസേരയിലാണ് വി ഡി സതീശൻ ഇരിക്കുന്നത്. അദ്ദേഹത്തിന് 2ാം ലോക മഹായുദ്ധത്തിൻ്റെ ചരിത്രത്തെ സംബന്ധിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ അതിങ്ങനെ ഒരു അവാസ്തവമായ പ്രസ്താവന നിയമസഭയിൽ നടത്തുമായിരുന്നു. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഈ നമുക്കെല്ലാവർക്കും ഓർമ്മയുള്ള ഒരു പ്രധാനപ്പെട്ടൊരു കവിതയുണ്ട്. കവിതയല്ല, നിമോളറുടെ ഒരു വാക്യങ്ങൾ. അന്ന് നാസി ജർമ്മനിയെ, നാസിക്കാരെ എതിർക്കാൻ മതപണ്ഡിതന്മാർ ശ്രമിച്ചില്ല അവിടുത്തെ ജർമ്മനിയിൽ. അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറഞ്ഞത്, അത് വളരെ പ്രശസ്തമായ വരികളാണ്. അതിലാദ്യം പറഞ്ഞത്, ആദ്യം അവർ കമ്മ്യൂണിസ്റ്റുകളെ തേടി വരും, അന്ന് ഞങ്ങളൊന്നും മിണ്ടിയില്ല. രണ്ടാമതവർ സോഷ്യലിസ്റ്റുകളെ തേടി വരും, അന്നും ഞങ്ങളൊന്നും മിണ്ടിയില്ല എന്ന് പറഞ്ഞു തുടങ്ങുന്നവർ. അതൊരു ചരിത്രമാണ്, അന്നത്തെ ഒരു സാഹചര്യമാണ്. റോസ ലക്സംബർഗിന് ഓർമ്മയുണ്ടാവും, ഓടിച്ചിട്ടാണ് അവർ പോകുന്നത്, എന്തുമാത്രം ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളത്. അതുപോലെ തന്നെയാണ് തൂക്കുമരത്തിന് ചുവട്ടിൽ നിന്നും എന്നൊരു പുസ്തകം. അത് തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട ജൂലിയസ് ഫ്യൂസിക് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ്, ജർമ്മനിയിലാണ്. അവർ എഴുതിയൊരു പുസ്തകം, നാസി പടയാളികൾ കൊന്നുകളഞ്ഞു. ഈ ചരിത്രമൊന്നും അറിയാതെ കമ്മ്യൂണിസ്റ്റുകാരും ഫാസിസ്റ്റുകളും കൈകോർത്തിട്ടുള്ളവരാണ് എന്നൊരു വ്യാജ പ്രസ്താവന നടത്തിയാൽ അത്ര വിഡ്ഢികളല്ലാണോ മലയാളികൾ? എന്താണ് അതിൻ്റെ അഭിപ്രായം? അതെ, തീർച്ചയായും. ഇപ്പോൾ വി ഡി സതീശനെ പോലുള്ളൊരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൻ്റെ ഭരണസാരഥ്യത്തിലേക്ക് വരുമ്പോൾ പാലിക്കേണ്ട ചില സാമാന്യമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി, മര്യാദകൾ, ആ മര്യാദ പോലും ലംഘിച്ചുകൊണ്ടാണ് അദ്ദേഹം നടത്തുന്ന പ്രസ്താവനകളും ഈ അടുത്ത കാലത്ത് നടത്തിയ പ്രസംഗങ്ങളൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്നത്. കാരണം ഒരു നിയമസഭ പോലെ, കേരള നിയമസഭ അറിയാം, ലോകം ശ്രദ്ധിക്കപ്പെട്ട നിയമസഭയാണ് നമ്മുടെ കേരള നിയമസഭ. അത് സജീവമായ ചർച്ചകൾ, സംവാദങ്ങൾ എല്ലാം നടന്ന, അത് ചരിത്രമായിക്കോട്ടെ ശാസ്ത്രമായിക്കോട്ടെ എല്ലാത്തരം സംവാദങ്ങളും അരങ്ങേറിയൊരു വലിയൊരു വേദിയാണ്. ആ വേദിയിൽ വന്നിട്ടാണ്, അതായത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഇത് പറയുന്നതെന്ന് ആലോചിക്കണം. അതായത് ഒരു രാഷ്ട്രീയ നേതാവിന് അപ്പുറത്തേക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുമ്പോൾ അതിന് പൊതുവിലൊരു സ്വീകാര്യത അത് കൂടുതലായിരിക്കും. അത് ജനങ്ങളെ സ്വാധീനിക്കും, അതുപോലെ ഈ സമൂഹത്തെ ആകെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. അതിലേക്കാണ് ഞാൻ കടന്നു വരുന്നത്. അങ്ങനെ ചരിത്ര യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് പുതിയൊരു ചരിത്രം സൃഷ്ടിക്കപ്പെടാൻ അല്ലെങ്കിൽ ആവർത്തിക്കപ്പെടുന്നത് ആരാണ്? അത് കാലാന്തരത്തിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ചരിത്രത്തിൽ അതെക്കാലവും ഫാസിസ്റ്റ് അനുകൂലികളായിട്ടുള്ള ഭരണാധികാരികളാണ് ഈ ചരിത്രത്തെ അപനിർമ്മിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയുള്ളത്.
ഹിറ്റ്ലറിനെയും ഗീബൽസിനെയും ഒന്നും ഞാൻ ഇതിനോട് ഉപമിക്കുന്നില്ല. കാരണം ചിലപ്പോൾ തെറ്റായി പോകും. കാരണം ഇദ്ദേഹം തെറ്റൊന്നുമല്ല, ഒരു പരുവത്തിൽ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ നടത്തിയ പ്രസ്താവനകളൊക്കെ കാണുമ്പോൾ ഒരു ഗീബൽസ്യൻ തന്ത്രം ഉപയോഗിച്ചു എന്ന് നമുക്കറിയാം. പിന്നെ അത് നമ്മൾ ഇപ്പൊ അങ്ങനെ ഞാനത് ആവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇദ്ദേഹം കേരളത്തിന്റെ ഭരണം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി മുന്നോട്ട് പോകാനുണ്ട്. അതെ, ഈ ഹണിമൂൺ പീരീഡ് എന്ന് പത്രക്കാർ മുതൽ ചിന്തകർ എല്ലാവരും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വീണ്ടും ആ വാക്കിലേക്ക് കടക്കുന്നില്ല എന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ആവർത്തിക്കപ്പെടുമ്പോൾ ഇത് ഇപ്പോൾ സമീപകാലത്തുണ്ടായ മറ്റൊരു ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണെന്ന് കോൺഗ്രസിൻ്റെ തന്നെ മുഖ്യമന്ത്രിയായിട്ടുള്ള തെലങ്കാനയിലെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, അദ്ദേഹം ഹിറ്റ്ലറിനോടാണ് അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സായ ഹൈഡ്ര എന്ന പേരിട്ടുകൊണ്ട് അദ്ദേഹം അതിനോടൊരു കൂട്ടി വായിച്ചത് നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇത്തരം ചരിത്രത്തെ അപനിർമ്മിച്ചുകൊണ്ടുള്ള ഒരു സമീപകാല സ്വീകാര്യതകൾ എനിക്ക് ഇതൊക്കെ ഒരേ പക്ഷികളാണ്. ഈ കോൺഗ്രസിൻ്റെ സമീപകാല രാഷ്ട്രീയം മുഴുവൻ തന്നെ ഈ ഫാസിസത്തോട് മൃദു സമീപനം സ്വീകരിക്കുന്നവരാണ് എന്ന് നമുക്ക് തോന്നുന്നു. ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച അഭിപ്രായം പറയാൻ, അദ്ദേഹം വലിയൊരു പോരാട്ടം നടത്തി മുന്നോട്ട് വരാൻ ശ്രമിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന രേവന്ത് റെഡ്ഡി ആയിരുന്നാലും ഇപ്പോൾ ഇവിടെ കേരളത്തിൽ വി.ഡി. സതീശനായിരുന്നാലും ഉൾപ്പെടെ ഉള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ ചില സമയത്തെ സമീപനങ്ങളും വാക്കുകളും ഒക്കെ തന്നെ ഭയപ്പെട്ടിട്ട് എന്ന് മാത്രം പറയാൻ കഴിയില്ല, അതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി മൃദുഹിന്ദുത്വം വേണം എന്ന് മുമ്പ് കാലങ്ങളിൽ നരസിംഹറാവു സ്വീകരിച്ച നയത്തിനോട് ചേർന്ന് നിൽക്കുന്നത് രാഹുൽ ഗാന്ധിയോട് ഉള്ള നയത്തിന് വ്യത്യസ്തമായില്ലേ? അതെ. അപ്പോൾ ഈ ഒരു സമീപനം അത് തീർത്തും തിരുത്തപ്പെടേണ്ട ഒരു കാര്യമാണ്. അത് ഈ മധുവിധ കാലം കഴിഞ്ഞാലും ഇത് തുടരും തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം നമുക്കറിയാം അവർ നയമായി സ്വീകരിച്ചിട്ടുണ്ട്, അവര് തുടരാതിരിക്കാൻ കഴിയില്ല. ഇല്ല. അതെ. അതുപോലെ തന്നെ മറ്റു ചില പ്രസ്താവനകളും ഉണ്ട് ഇതേ സമീപകാലത്ത് ഉണ്ടായിട്ടുള്ള. ഇപ്പോൾ നമ്മുടെ ഞാൻ പറയുന്നില്ല സംഘപരിവാർ അനുകൂലമായിട്ടുള്ള നിലപാടുകൾ ഇദ്ദേഹം എടുത്തു എന്ന് പറയുന്നില്ല, പക്ഷെ അതിനെയൊക്കെ എന്താ പറയുക സാധൂകരിക്കുന്ന രീതിയിലാണ് ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ. അതിലിപ്പോൾ ഏറ്റവും അവസാനമായിട്ട് വന്നിട്ടുള്ളതാണ് ഈ IAS ഉദ്യോഗസ്ഥ തലപ്പത്ത് നടന്നിട്ടുള്ള അഴിച്ചുപണി. അതിൽ തന്നെ ഇപ്പോൾ B. അശോകനെ പോലെയുള്ള ആളുകളെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, V.D. സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ആയിട്ട് നിയമിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പൂർവ്വകാല ചരിത്രം നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ RSSനോടും സംഘപരിവാർ അനുകൂല സംഘടനകളോടും അനുകൂലമായിക്കൊണ്ട് അദ്ദേഹത്തിന് പല ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം സർവകലാശാലകളുടെ തലപ്പത്ത് വന്നിരുന്നപ്പോൾ എടുത്ത നിലപാടുകളൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. അതിനെങ്ങനെയാണ് ഗോവധം നിരോധനം ശരിയാണ് എന്ന തരത്തിൽ ആ സമയത്ത് തന്നെ ഒരു ലേഖനം അദ്ദേഹത്തിൻ്റെതായി വന്നിട്ടുണ്ട്. അത് B. അശോകനെ വ്യക്തിപരമായി പറയുന്നതല്ല, ഒരു കൃത്യമായൊരു സംഘപരിവാര മേലങ്കിയുള്ള ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് അടിത്തറ ആശയങ്ങളും അത് തന്നെയാണ്. ഇപ്പോൾ നമുക്കറിയാമല്ലോ PM ശ്രീ ഉൾപ്പെടെയുള്ള വിവാദപരമായ വിഷയങ്ങൾ പലതും നിൽക്കുകയാണ്. PM ശ്രീ തന്നെ എടുത്ത നിലപാട് നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ആ ഗവൺമെൻറ് വളരെ കൃത്യമായ കണക്കുകൾ തന്നെ പറയുന്നുണ്ട്, PM ശ്രീയിൽ നിന്ന് ഒരു പണവും നമ്മൾ വാങ്ങിയിട്ടില്ല. അതേ സർവശിക്ഷാ അഭിയാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള 90 കോടി രൂപയാണ് വാങ്ങിയുള്ളത് എന്നൊക്കെ വളരെ കണക്ക് കൃത്യമാണ്. അതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് PM ശ്രീ നടപ്പിലാക്കാൻ വേണ്ടി. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് ഈ അജണ്ട നടപ്പിലാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതിൻ്റെ ഒരു പടിയാണ് യഥാർത്ഥത്തിൽ B. അശോകൻ്റെ നിയമനം. അത് അതിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു രസാവഹമായ കാര്യം, ഇതിനെതിരെ ഏറ്റവും അധികം പോരടിച്ചുകൊണ്ടിരുന്നത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിനെ പോലും അവർക്ക് കീഴ്പ്പെടുത്താൻ കഴിഞ്ഞു. ഇവർക്ക് ഈ സംവിധാനത്തിന് എതിർക്കാതിരിക്കാൻ വേണ്ടി മുസ്ലിം ലീഗിന് പൈസ വേണ്ടേ, കേന്ദ്ര ഫണ്ട് കിട്ടണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ PM ശ്രീയിലേക്ക് പോലും അപ്പോൾ അതിനൊരു വഴി തുറന്നിടുക B. അശോകൻ്റെ ഇടപെടലിലൂടെ കഴിയുമെന്നൊരു ധാരണ, അതൊരു ദീർഘവീക്ഷണത്തോടു കൂടി തന്നെയാണ് ഇത്തരം ഇടപെടലൊക്കെ നടത്തുന്നത്. സംശയമൊന്നുമില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ അത് തെറ്റായിപ്പോയി അല്ലെങ്കിൽ തെറ്റിപ്പോയി, അറിയാതെ പറ്റിപ്പോയ ഒരു അബദ്ധമാണ്. IAS ഉദ്യോഗസ്ഥന്മാരെ ഷവൾ ചെയ്തപ്പോൾ ഓരോ നിയമനത്തിനകത്തും കൃത്യമായ അജണ്ടകൾ സൂക്ഷിച്ചതുകൊണ്ട് തന്നെയാണ് നിയമനം നടത്തിയിട്ടുള്ളത് തന്നെ വ്യക്തമാണ്. അതെ. ഇപ്പോൾ നമുക്കറിയാം ആരോഗ്യരംഗത്തും അതുപോലെ തന്നെ വന്യജീവി ആക്രമണം പോലുള്ള പ്രതിസന്ധികൾ സംസ്ഥാനത്തുണ്ട്. ഇപ്പോൾ മലയോര മേഖലയിലായാലും വനത്തോട് അതിർത്തി ചേർന്നുള്ള പ്രദേശങ്ങൾ ഇപ്പോൾ ഇന്നും ഒരു ദൗർഭാഗ്യവശാൽ ഒരാൾ കഴിഞ്ഞ 2 മാസത്തിന് ശേഷം മരിച്ചവരുടെ എണ്ണവും ഞാൻ കഴിഞ്ഞ മുമ്പത്തെ ഭരണത്തിന് താരതമ്യം സമയമൊന്നും ആയിട്ടില്ല. പക്ഷേ ഇതൊരു ഭരണം ഒരു തുടർച്ചയാണ്. തുടർച്ചയായ ഒരു മേൽനോട്ടം. ഇപ്പോൾ വനം വന്യജീവി മേഖലകളിൽ ആ മേൽനോട്ടത്തിന് ചെറിയ അലംഭാവം വന്നാൽ അത് സെക്രട്ടേറിയറ്റ് മുതൽ തുടങ്ങുന്നൊരു ഹൈറാർക്കി സംവിധാനമാണ്. എവിടെയെങ്കിലും ഒരു ഫോറസ്റ്റ് ഗാർഡ് ഒരു സ്ഥലത്ത് കുറഞ്ഞാൽ മതി, അവിടെ ഒരു ആക്രമണം നടന്നേക്കാം.
അത് ആ ആനകൾ വരുന്നതിൻ്റെ ഒരു പിന്നെ അപായ സൂചന നൽകുന്ന സംഘങ്ങളുണ്ട് നമ്മുടെ വനം വകുപ്പിനുണ്ട്. ഓരോ ഇന്ന ആനകൾ വരുന്നുണ്ട്, അത് നിരീക്ഷിക്കുന്നുണ്ട്. അവിടെ എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് വന്നാൽ മതി. അത് അതിനറിഞ്ഞൂടല്ലോ ഭരണം മാറിക്കൊണ്ടൊന്ന് ആക്രമിക്കണമെന്ന് തോന്നുന്നതല്ലോ. ഞാൻ സൂചിപ്പിച്ചത് ഇതൊരു പരിഹാസ രൂപേണ തന്നെയാണ് വനം മന്ത്രി അതാണ് അതുപോലും കൈകാര്യം ചെയ്യാൻ തുടർച്ചയായി വരുന്ന ഇത്തരം ഭരണ നടപടികൾ പോലും വേഗത്തിൽ കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം. ഇവിടെ തിരുവനന്തപുരത്ത് പോലും നോക്കണം, തെരുവ് പട്ടികളുടെ കോർപ്പറേഷൻ്റെ പിന്നെ അലംഭാവം എന്നൊക്കെ പറയാം. പക്ഷേ അതൊന്നും ഒരു നൈരന്തര്യമായി ചെയ്യേണ്ട സംവിധാനങ്ങളെ മേൽനോട്ടം വഹിക്കാൻ പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഭരണം തുടങ്ങിയല്ലേ ഉള്ളൂ, മിണ്ടാതിരിക്കാം എന്ന് വിചാരിക്കുന്നതിൻ്റെ അർത്ഥവുമില്ല. ഇതൊക്കെ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ തന്നെയാണ്. ഇങ്ങനത്തെ ഉള്ള അലംഭാവങ്ങളും ഉദാസീനതകളും അനാവശ്യമായ ഒരു വാദഗതികളൊക്കെ ഉന്നയിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ. അതെ, ഇത് ജനങ്ങളുടെ കടമ, പ്രതിപക്ഷ പാർട്ടികളുടെ കടമയോടൊപ്പം തന്നെ മാധ്യമങ്ങളും ഇത് ശ്രദ്ധിക്കണം എന്നുള്ള വ്യക്തിപരമായ അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം തൊട്ടു മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ് ചെറിയ ചെറിയ വീഴ്ചകൾക്ക് പോലും വലിയ രീതിയിൽ മാധ്യമ സംവാദങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. പക്ഷേ ഇന്ന് രാത്രി 8 മണി ചർച്ചകളിലൊന്നും അത് കാണുന്നില്ല. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് താങ്കളുടെ അഭിപ്രായം? അത് എനിക്ക് തോന്നുന്നത് മാധ്യമങ്ങൾ നേരത്തെ പറഞ്ഞ മധുകാലം എന്ന് വിചാരിച്ചു കുറച്ചുപേര് മാറി നിൽക്കുന്നുണ്ടാവും. അത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു സ്വതവേയുള്ള ശൈലി നമുക്കറിയാമല്ലോ. ഇടതുപക്ഷത്തിനെ അനുകൂലിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ഭരണവൈകല്യങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നതിനകത്തൊന്നും ഒരിക്കലും നമ്മളെതിരുമല്ല. പക്ഷേ എപ്പോഴും ഒരു വലതുപക്ഷ സമീപനം സ്വീകരിക്കാൻ പ്രത്യേകിച്ച് നിയന്ത്രിക്കുന്നത് കോർപ്പറേറ്റുകളാണ്. അവർക്ക് അവരുടെ താല്പര്യം, അവർക്കങ്ങനെയൊന്നും പെട്ടെന്ന് ഭരണകൂടത്തിനെ പിണക്കാനൊന്നും കഴിയില്ല. മുമ്പ് പിണറായി വിജയനെതിരെ എന്നതുപോലെയൊന്നും വലതുപക്ഷം, കേരളം മാത്രമല്ല കോൺഗ്രസ് ഭരിക്കുന്നത്, നിങ്ങളൊരു വലിയ ചങ്ങലയാണ്. അത് ഈ നിയന്ത്രിക്കുന്നവർ കൂടുതലും കർണാടകയിലുള്ളവരുണ്ട്, ആന്ധ്രയിലുള്ളവരുണ്ട്. കർണാടകയിലും ആന്ധ്രയിലും ഒക്കെ അല്ല തെലങ്കാനയിലും ഒക്കെ ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്. ആന്ധ്രയിലെ തെലങ്കാന ഭരിക്കുന്നത് കോൺഗ്രസ്സുകാരാണ്. അപ്പോൾ സ്വാഭാവികമായൊരു ഭയം കാണും. അപ്പോൾ ഒരു ഭരണകൂട താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രമേ ഇതിനേക്കാളും അപ്പുറമായിരിക്കും BJP. തിരുവനന്തപുരം കോർപ്പറേഷനെതിരെ എന്തെങ്കിലും വാർത്തകൾ വരുന്നുണ്ടോ? വാർത്തകൾ വരില്ല. അത് നമുക്കറിയാം. അത് കോർപ്പറേറ്റ് സംവിധാനത്തിൽ പോകുന്ന ഇത്തരം മാധ്യമങ്ങളുടെ ഒരു രീതിശാസ്ത്രം അത് തന്നെയാണ്. അത് തുടരും. കുറച്ചു കാലം കഴിയുമ്പോൾ ഒരു മാറ്റം വരും എന്നൊക്കെ പ്രതീക്ഷിക്കാം. അങ്ങനെ നമുക്ക് കരുതാൻ കഴിയുള്ളൂ. അല്ല, കുറച്ചു കാലം മുമ്പ് പിന്നെ തിരുവനന്തപുരം നഗരസഭയിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് സംസ്ഥാന സർക്കാരും കൂടെ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. അതില്ല. എന്നാൽ ഇപ്പോൾ അത് രണ്ടായി വേർതിരിച്ചാണ് കാണുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു വന്ന വിഷയം യഥാർത്ഥത്തിൽ ഈ ഒരു കാര്യം കൂടി പറയും. ഈ നമ്മുടെ VD സതീശൻ്റെ സ്ഥിരമായ പ്രസ്താവന ഞാൻ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് എന്നാണ്. നെഹ്റുവിയൻ സോഷ്യലിസ്റ്റിൻ്റെ അർത്ഥം അദ്ദേഹത്തെ അറിയാമെന്ന് അറിഞ്ഞുകൂടാ. ഈ നേരത്തെ പറഞ്ഞ പോലെ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചാൽ എല്ലാം ChatGPT വഴിയും ജെമിനി വഴിയും ചോദിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയുമെന്ന് വരില്ല. ഈ യഥാർത്ഥത്തിൽ നെഹ്റുവിയൻ സോഷ്യലിസമാണ് ഒരു പൊതു സേവനങ്ങളെല്ലാം പിന്നെ തുല്യമായി വീതിക്കപ്പെടണമെന്നുള്ള വലിയ ഒരു ഉദാത്തമായ മാതൃക. കമ്മ്യൂണിസത്തിൻ്റെ തൊട്ടടുത്ത് വരുന്ന ഒരു മാതൃകയാണ് നെഹ്റുവിയൻ സോഷ്യലിസം. ഇപ്പോൾ ധവളപത്രം പ്രഖ്യാപിച്ചല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത് ഒരാളുടെ പ്രഖ്യാപനവും അത് പ്രാവർത്തികമാക്കുമ്പോഴുള്ള വ്യത്യാസവും തമ്മിലുള്ള ഒരു നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു നിലപാടാണ്. ധവളപത്രം വന്നു. ധവളപത്രത്തിൽ കുറേ അതിൻ്റെ കണക്കുകളൊക്കെ നമ്മളാരും തർക്കിയതല്ല. കണക്കുകൾ കൃത്യമായി ബഡ്ജറ്റിലുള്ള കണക്കുകളല്ലേ, അതിനൊന്നും ഗവൺമെൻറ്റിൻ്റെ പക്കലുള്ള കണക്കുകൾ. അതിനകത്ത് പറഞ്ഞിട്ടുള്ളതാണ് പൊതുമേഖലകളെയും പൊതുസേവനങ്ങളെയും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നാണ്. ധവളപത്രത്തിൽ ഉള്ള വിശദീകരണ സമയത്ത് തന്നെ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന മുഖ്യമന്ത്രി അതിൽ നിന്ന് ഘടകവിരുദ്ധമായ അഭിപ്രായങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പൊതു മേഖലകളെ ഏകീകരിക്കുമെന്ന് പറയുന്നു. അതിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്നൊരു വാക്കേ പറഞ്ഞില്ല. അതിൻ്റെ ലാഭത്തിൽ മുന്നോട്ട് കൊണ്ടുപോകും അല്ലെങ്കിൽ കുറച്ചുകൂടി ശക്തിപ്പെടുത്തുമെന്ന വാക്കേ പറഞ്ഞില്ല. അപ്പോൾ ഇത് കാണിക്കുന്നത് നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് ആയതുകൊണ്ടാണോ? ഞാൻ ധാരാളം വിഷയങ്ങളുണ്ട്. ഈ നേരത്തെ പറഞ്ഞതുപോലെ C കേശവൻ്റെയും EMSൻ്റെയും അച്യുതമേനോൻ്റെയൊക്കെ പേരെടുത്ത് VD സതീശനെ താരതമ്യം ചെയ്യുന്നത് തന്നെ ഒരു മോശത്തരമാണ് എന്നറിയാം. എന്നാലും ഇപ്പോൾ ഈ മൂക്കില്ല രാജ്യത്ത് മുറിവെക്കൻ രാജാവെന്ന് പറയുന്നത് പോലെ ഈ നിയമസഭയിൽ എന്തും പറയാം, അതിനെ എതിർക്കാൻ ആരുമില്ല എന്നൊരു തോന്നലൊന്നും യഥാർത്ഥത്തിൽ ശരിയല്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ MLA-മാരെല്ലാം അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ പൊള്ളത്തരങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ നിയമസഭയ്ക്കകത്ത് തന്നെ തയ്യാറാകും. അല്ലെങ്കിൽ സമൂഹം, നമ്മുടെ പൊതുസമൂഹം അതിനകത്ത് തയ്യാറാകും. ഇത്തരം വിഷയങ്ങൾ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് എന്ന് പറയുന്നതിനകത്ത് അല്ലെങ്കിൽ നെഹ്റുവിൻ്റെ സങ്കല്പങ്ങൾ അറിയാമല്ലോ. നിരീശ്വരവാദി ആവണമെന്ന് പറയുന്നില്ല. പക്ഷേ സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത് ശാസ്ത്രബോധം
എങ്ങനെ ഒരു ഭരണാധികാരി കാത്തു സൂക്ഷിക്കണമെന്ന് കാണിച്ചു കൊടുത്തൊരു മഹാനാണ് നെഹ്റു. ഞാൻ നെഹ്റുവിൻ്റെ ശിഷ്യനാണ് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു അല്പമെങ്കിലും ഒരു നീതി കാണിക്കണ്ടേ. ഞാൻ സമീപകാല വിഷയങ്ങളിലേക്കൊന്നും പോകുന്നില്ല, അത് ഞാൻ പോകുന്നില്ല. അതൊന്നും ശരിയല്ല. വെച്ചാൽ സമൂഹത്തിനകത്ത് ഭക്തർ നമ്മളെല്ലാം ചിലപ്പോൾ വിശ്വാസികളൊക്കെ ആയിരിക്കും, അതൊന്നും തെറ്റൊന്നുമല്ല. പക്ഷെ അത് സംശയം ഞാൻ ചോദിക്കുകയാണ്, സംശയമാണ്. ഇപ്പോൾ ഒരു വലിയ വായനക്കാരനായിട്ടാണ് നമ്മൾ വി.ഡി. സതീശനെ കണ്ടിട്ടുള്ളത്. അദ്ദേഹം നെഹ്റുവിൻ്റെ കൃതികൾ എന്തെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇപ്പോൾ നമുക്കറിയാം ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ വിറ്റഴിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നാഷണൽ പൈപ്പ് ലൈൻ പോളിസി എന്നൊക്കെ പറഞ്ഞിട്ട് മോദി സർക്കാർ ഒരുപാട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ പ്രൈവറ്റൈസ് ചെയ്തു. പക്ഷേ ഈ ധവളപത്രത്തിൽ പലപ്പോഴും പല ഭാഗത്തും പൊതുമേഖലാ സ്ഥാപനങ്ങളെ നോക്കിക്കാണുന്നത് ഒരു ബാധ്യതയായിട്ട്, സ്റ്റേറ്റിന് ബാധ്യതയായിട്ട്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് നെഹ്റുവിന് ഉണ്ടായിട്ടില്ല. കാരണം അതുകൊണ്ടാണ് ആ കാലത്ത് ഇന്ത്യയിൽ ഉടനീളം പൊതുമേഖലാ സ്ഥാപനങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചത്. അതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം കൂടെ ഒന്നും കൂടെ സൂചിപ്പിക്കുകയാണ്. കെ എസ് ആർ ടി സി എപ്പോഴും നഷ്ടത്തിലാണെന്നുള്ള രീതിയിലാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അവിടെ ഇപ്പോൾ സ്ത്രീകൾക്ക് വളരെ നമുക്ക് എന്താ പറയുക പുരോഗമനപരമായിട്ടൊരു കാര്യമാണെന്ന് നമുക്കത് പറയാം. സൗജന്യ യാത്ര കൊടുക്കുന്നു. പക്ഷെ അപ്പോഴും കഴിഞ്ഞ ദിവസത്തെ വാർത്ത ഇതാണ്, സ്റ്റുഡൻസിൻ്റെ കൺസെഷനുമായി ബന്ധപ്പെട്ട് 10 രൂപയിൽ നിന്ന് അത് 110 രൂപയിലേക്ക് ഉയർത്തുകയാണ്. അപ്പോൾ ഈ വിദ്യാർത്ഥികളെ കയ്യിൽ നിന്ന് പണം പിരിച്ചുകൊണ്ട് അവരുടെ മാതാവിനെ അല്ലെങ്കിൽ അമ്മമാർക്ക് സൗജന്യം കൊടുക്കുക. കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ഇത് നടപ്പിലാക്കി. കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ നടപ്പിലാക്കിയപ്പോൾ സ്ത്രീകൾക്ക് 10 രൂപയാണെങ്കിൽ പുരുഷന്മാർക്ക് 20 രൂപ. ഒരു വീട്ടിൽ 2 രൂപ പോയാൽ ഈക്വൽ തുകയാവും. ഞാനിത് ആദ്യം മുതലേ ഈ അവിടെ പ്രകടന പത്രിക വന്നപ്പോൾ തന്നെ ഈ 5 ഗ്യാരണ്ടി പറഞ്ഞപ്പോൾ സമയത്ത് തന്നെ ഇപ്പോൾ ആ ഗ്യാരണ്ടിയെക്കുറിച്ചൊന്നും ആ ഗ്യാരണ്ടിയുടെ വാക്കൊന്നും എടുത്തും പിന്നെ ധവളപത്രം പുറപ്പെടുവിച്ചോ പറഞ്ഞില്ല. നിയമസഭയിൽ ഇന്ദിരാ ഗ്യാരണ്ടിയെ കുറിച്ച് ഇപ്പോൾ ഒന്നും വർത്താനൊന്നും കേൾക്കുന്നില്ല. ആദ്യത്തെ സമയങ്ങളിലൊക്കെ പറഞ്ഞങ്ങ് പോയതേ ഉള്ളൂ. ആദ്യത്തെ മന്ത്രിസഭ യോഗത്തിനകത്തൊക്കെ പറഞ്ഞു പോയതേ ഉള്ളൂ. അപ്പോൾ അവിടെ ഇതിനകത്ത് സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. അത് നല്ല കാര്യമെന്നേ പറയാൻ കഴിയുള്ളൂ. അതിനകത്ത് ആർക്കൊക്കെ സമൂഹത്തിനകത്ത് ഇത്തരത്തിലുള്ള സൗജന്യങ്ങളും സേവനങ്ങളും ഗവൺമെൻറ് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യണം എന്ന് തന്നെയാണ്. പക്ഷേ അവിടെ KSRTC ജീവനക്കാരെന്നൊരു വിഭാഗമുണ്ട്. അവർക്ക് ശമ്പളം കഴിഞ്ഞ മാസം 1-ാം തീയതി തന്നെ കൊടുത്തു എന്നുള്ളൊരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നു. അത് തുടരണം. മറ്റൊന്ന്, ഇതിനകത്ത് ഇപ്പോൾ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മെർജ് ചെയ്യുമെന്ന് പറയുന്നു. പൊതുമേഖല സ്ഥാപനങ്ങളെ മെർജ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഇതൊക്കെ ഒരു വാക്കുകൾക്കപ്പുറത്തേക്ക് ഒരു യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നില്ല. കുറേ ദിവസമായി ഇതിനകത്ത് ഇപ്പോൾ പറയുന്നു ഓർഡിനറി ബസ്സുകളിൽ മാത്രമേ നൽകുകയുള്ളൂ. അതിലിപ്പോൾ അങ്ങനെ ആവണമെന്നില്ല എന്ന് രണ്ടാമത് പ്രസ്താവന വന്നിട്ടുണ്ട്. എന്തായിരുന്നാലും നമ്മുടെ മുന്നിലുള്ളത് അവർ പറഞ്ഞ വാക്കുകൾ പാലിക്കണം. അതിനകത്തൊരു മാറ്റമില്ല. ഇപ്പോൾ പൊതുമേഖല KSRTC പോലുള്ള പൊതുമേഖലകളെ സ്വീകരിക്കുമ്പോൾ എത്ര രൂപയാണോ സ്ത്രീകൾക്ക് വേണ്ടി ചിലവഴിക്കുന്ന ആ പണം കൊടുക്കാം എന്ന തരത്തിലാണ് ചർച്ച. അവിടെ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ചൂണ്ടിക്കാണിക്കാനുള്ളത്, ആ സമയത്ത് പറയാമായിരുന്നു ഇതൊരു സേവന മേഖലയായി പ്രഖ്യാപിക്കുന്നു, KSRTC ഒരു സേവന മേഖലയായി പ്രഖ്യാപിക്കുന്നു, അതുകൊണ്ട് തന്നെ അതിനകത്ത് വരുന്ന നഷ്ടമെല്ലാം ഈ ഏത് തരത്തിൽ നഷ്ടം വന്നാലും അത് സർക്കാർ വഹിക്കും എന്ന് വെച്ചാൽ അതൊരു സേവന മേഖലയായി മാറി. കുട്ടികൾക്ക് സൗജന്യമായി ടിക്കറ്റ് നൽകുന്നു, സ്ത്രീകൾക്ക് ഇപ്പോൾ സൗജന്യമായി, നേരത്തെ തന്നെ അംഗപരിമിതർക്ക് അതിനകത്ത് കുറച്ചധികം സൗജന്യമുണ്ട്. അങ്ങനെ നിരവധിയായ സൗജന്യങ്ങൾ നൽകുകയാണ്. അപ്പോൾ ഒരു സേവന മേഖലയായി മാറിക്കഴിഞ്ഞു. അങ്ങനെ പ്രഖ്യാപനയ്ക്ക് ഒരു ധൈര്യം കാണിക്കണം. അതാണ് പറഞ്ഞത്, അതിനൊരു സേവന മേഖലയായി. അപ്പോൾ അവിടെയാണ് യഥാർത്ഥ നയം പൂച്ച് വെളി വരിക എന്ന് പറയില്ലേ, കോൺഗ്രസിന് പൂച്ച് വെളി വരുന്നത് പൊതുമേഖലയുടെ സേവനങ്ങളുണ്ട്. എൻ്റെ ഒരേ അഭ്യർത്ഥനയേ ഉള്ളൂ, 5 ഗ്യാരണ്ടി എല്ലാം നടപ്പിലാവണം. ഒരു വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാത്ത രാഷ്ട്രീയ പാർട്ടി പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അതൊരു അവമതിപ്പായി മാറും. കോൺഗ്രസ് അല്ല, BJP അല്ല, ഇടതുപക്ഷം എല്ലാവരും ആരാണോ ഒരു വാഗ്ദാനം പ്രഖ്യാപിച്ചത്, തിരഞ്ഞെടുപ്പ് സമയത്ത് വാഗ്ദാനം പറഞ്ഞത്, ആ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ തയ്യാറാവണം. അതൊരു രാഷ്ട്രീയ നൈതികതയാണ്. ആ നൈതികത ചോരാതിരിക്കട്ടെ എന്നൊരാഗ്രഹമാണ് ഇവരോട് എനിക്ക് പറയാനും എൻ്റെ ഒരു തോന്നലുള്ളത്. ഇപ്പോൾ പുതിയ മുഖ്യമന്ത്രി V.D. സതീശനെ പലപ്പോഴും ന്യൂ ജനറേഷനൊക്കെ സോഷ്യൽ മീഡിയകളിലൊക്കെ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നുണ്ട്. അതായത് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ചിരിയും, അത് പുതിയ തലമുറ പൂക്കി മുഖ്യമന്ത്രി എന്നൊക്കെയാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് ഒരു അഭിപ്രായം? എനിക്ക് സത്യത്തിൽ ചില സോഷ്യൽ മീഡിയ കമൻറ്റുകളിലൊക്കെ ഞാൻ ഈ പൂക്കിയ മുഖ്യമന്ത്രിയെ അല്പം പരിഹസിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതെനിക്ക് അതിൻ്റെ ഒരു പൊള്ളത്തനം മനസ്സിലായതുകൊണ്ടാണ്. പിന്നീട് അദ്ദേഹം നിരന്തരമായി ആ ഒരു ചിരി കൃത്രിമമായിട്ട് വരുത്താൻ ശ്രമിക്കുകയും ചെയ്തു. ആ സന്ദർഭം നമുക്ക് ഓർമ്മ വേണം. അതൊരു കൊച്ചു കുട്ടി അവൻ്റെ വാഹനത്തിൻ്റെ ഷേപ്പ് മാറ്റുന്നത്, അതിൻ്റെ എക്സ്ട്രാ ഫിറ്റിങ്സുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ ചോദ്യം ചോദിച്ചത്.
അദ്ദേഹത്തിൻ്റെ ആക്ഷനും ആ കുട്ടിയോടുള്ള ഒരു വാത്സല്യം പ്രകടിപ്പിക്കാൻ നമുക്ക് തോന്നിയാണ്. അതൊക്കെ പോട്ടെ, ആ വിഷയം ആ വിഷയത്തിന് അവിടെ നിൽക്കട്ടെ. ആ കുട്ടിയോട് പറഞ്ഞ ആ വാത്സല്യത്തോടാണ് നമുക്ക് പൊതുസമൂഹത്തിൽ തോന്നിയ മറുപടി എന്തെങ്കിലും സത്യസന്ധത ഉണ്ടായിരുന്നു? ഇല്ലായിരുന്നു. അതിനുശേഷം ആ വാഹനങ്ങളുടെ മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിറക്കിയ ഉത്തരവ് ഈ കുട്ടികളെല്ലാം കുട്ടികളുടെ മനസ്സിനകത്ത് എന്ത് തോന്നും? ഈ മുഖ്യമന്ത്രിയെക്കുറിച്ച് എന്ത് തോന്നും? അത് അങ്ങനെയാണ് പൂക്കി പരിഹാസമായത്. അല്ലെങ്കിൽ പൂക്കി ഒരു പരിഹാസമല്ല, പരിഹസിക്കപ്പെട്ടത് കുട്ടികളാണ്, നമ്മുടെ ബാല്യങ്ങളാണ്. ഇത് ആഘോഷിക്കാൻ തയ്യാറായിരുന്ന കുട്ടികൾ. അത് വേണമെന്ന് ഞാൻ പറയുന്നില്ല. വാഹനങ്ങൾ മൊത്തം മോഡിഫിക്കേഷൻ വരുത്തി മൊത്തം ഹോണും കാണിച്ച് ഈ നാട് മൊത്തം കുട്ടികൾ അങ്ങനെ ഒരു സംസ്കാരത്തിലേക്ക് പോകണമെന്നൊരാഗ്രഹം എനിക്കില്ല, ആർക്കുമില്ല. കുട്ടികൾക്ക് ആഗ്രഹം. അവരെ മനസ്സിലൊരു വാഗ്ദാന ലംഘനമാണ്. അവരുടെ മനസ്സിനകത്ത് വീരാരാധന തോന്നി, വലിയ ആഘോഷിക്കപ്പെട്ടു. എന്നിട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പം ഈ മാധ്യമങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തല്ലോ, ഈ മാധ്യമങ്ങൾ ആരെങ്കിലും ഈ കൊള്ളരുതായ്മയെ വെളിക്കൊണ്ടുവന്നോ? ഒരു കുഞ്ഞുങ്ങളോടാണ് ഈ വീഡിയോ പൂക്കി മുഖ്യമന്ത്രി എന്ന പേര് കിട്ടുകയും അത് വലിയ ആഘോഷിക്കപ്പെടുകയും മാധ്യമങ്ങളൊക്കെ ആ ചിരിയെയും മന്ദഹാസത്തിനെയും സന്തോഷിക്കും. നമ്മളും കാണുമ്പോൾ ചിരിക്കും, അതൊക്കെ സംഭവമാണ്. ചിരിക്കുന്ന മുഖം കാണുമ്പോൾ നമുക്കും ചിരി വരുള്ളൂ, മസിൽ പിടിച്ചിരിക്കും. ചിരിക്കുന്ന മുഖം കാണുമ്പോൾ നമുക്കും ചിരി വരുള്ളൂ. പക്ഷേ അതിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ അതിനകത്തൊരു ആത്മാർത്ഥത കാണിക്കേണ്ടത്. എന്ത് പ്രശ്നം വന്നോട്ടെ, ഞാൻ കുറച്ച് എക്സ്ട്രാ ഫിറ്റിങ്സ് അനുവാദം കൊടുക്കും എന്ന് തൻ്റെ ഇടത്തോട് പറഞ്ഞ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. അത് നിയമവിരുദ്ധമാണ്. അത് തിരിച്ചറിയാൻ കഴിയണം. എന്തും പറഞ്ഞ് കുട്ടികളുടെ മുന്നിൽ മേനിയടിക്കാവുന്നുള്ള കുട്ടികൾക്ക് കൊടുത്തൊരു വിശ്വാസം കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്താ തോന്നുന്നത്? ഈ രാഷ്ട്രീയക്കാരോട് എന്താണ് തോന്നുന്നത്? ഇവരെല്ലാം പറഞ്ഞു പറ്റിക്കുന്നവരാണെന്ന് തോന്നില്ലേ? അപ്പോൾ ഇതൊരു വല്ലാത്ത സംസ്കാരമാണ്. നമ്മൾ ഇപ്പം ഈ ചർച്ച ഇവിടെ നീണ്ടുപോയി, ചർച്ച അവസാനിപ്പിക്കാം. ഇത് തുടരും. നിങ്ങൾ വിവരിക്കുന്ന പോലെയല്ല, നമ്മൾ കാണുന്നതിനേക്കാളും പല കാഴ്ചകളും ഇനി കാണും. സത്യസന്ധത. ഞാൻ അതിന് മറ്റൊരു വാക്ക് തിരഞ്ഞെടുപ്പ് സമയത്ത് നമ്മുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ രാഷ്ട്രീയം നമ്മുടെ ഭരണപക്ഷവും പറയുന്നത്, അത് ആ വാക്കുകളോ ഞാൻ ഉപയോഗിക്കുന്നത്. മുഖ്യമന്ത്രിയാണ്. കുറച്ചുകൂടി സത്യസന്ധത അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ ഉണ്ടാകണം. നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് 102 സീറ്റ് കേരള ജനത നൽകിയത്. അപ്പോൾ ഒന്നും പറയണ്ട, പറയുന്ന വാക്ക് പാലിക്കാൻ, പറയുന്നതിൽ സത്യസന്ധത കാണിക്കാൻ ഒരു ശ്രമം എങ്കിലും നടത്തണം എന്നുള്ള എളിയ അഭ്യർത്ഥന എനിക്കുണ്ട്. അപ്പോൾ ഈ പൂക്കി ചർച്ചകളൊക്കെ നടക്കുമ്പോൾ ഈ മാധ്യമങ്ങളുടെ ഒരു ലാളന കൂടുതൽ കിട്ടുന്നൊരു മുഖ്യമന്ത്രിയായിട്ട് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത് ഈ പലപ്പോഴും നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിട്ട് താരതമ്യം ചെയ്യാറുണ്ട്. അദ്ദേഹം ഒരു ഗൗരവക്കാരനായ മനുഷ്യനാണല്ലോ. പ്രായം കൊണ്ടും പക്വത കൊണ്ടും ഗൗരവം വന്നതാണ്. അത് കാലഘട്ടത്തിൻ്റെ ഒരു മാറ്റമാണ്. അദ്ദേഹം ജനിച്ചതും അദ്ദേഹം പോരാട്ടം നടത്തി വളർന്നു വന്ന വഴികളും ഒക്കെയാണ് വ്യത്യാസം. എനിക്കിപ്പോൾ തോന്നുന്നത് ഒരു അമിതമായ ആരാധന നമ്മളെ പത്രക്കാർക്ക് ഉണ്ടാകുന്നുണ്ട്. ഒരു എക്സാമ്പിൾ ഞാൻ അടുത്ത കാലത്ത് ശ്രദ്ധിച്ചത് നമ്മുടെ മുതിർന്ന പത്രപ്രവർത്തകൻ ബൈജുവേന്ദ്ര സാറിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. അന്ന് ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തക യുവാവായ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു, പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് എഴുതിയിരുന്നത് എനിക്കും അറിവില്ലായിരുന്നു, ആ ചരിത്രം എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പ്രായം കൂടിയ മുഖ്യമന്ത്രിമാരിലൊന്ന് പിണറായി വിജയൻ. മുഖ്യമന്ത്രിയായ സമയത്താണ് വി എസ് അച്യുതാനന്ദൻ ഒന്നാമതല്ലേ, പിണറായി വിജയൻ മൂന്നാമത്. യഥാർത്ഥത്തിൽ ബൈജു സാർ ആ ഫേസ്ബുക്ക് വഴി VD സതീശനാണ് ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രി. അതുകൊണ്ട് നമുക്ക് തോന്നുന്നു ഈ കാലഘട്ടം മാറിയല്ലോ. പ്രായത്തിനെ സംബന്ധിച്ച് പോലും മുതിർന്ന മാധ്യമ പ്രവർത്തകർക്ക് പോലും ഈ ചരിത്രം പഠിക്കുന്നില്ല. പ്രായമൊക്കെ നിസ്സാരമായ കാര്യമായിരിക്കാം. അതൊന്നും ഇത് യുവാവെന്ന് പറയുന്നത് നമുക്ക് സന്തോഷമേ ഉള്ളൂ. നമ്മുടെ മുഖ്യമന്ത്രി കാണാൻ സുന്ദരനും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആളെന്ന് നമുക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ തെറ്റായ ചരിത്ര നിർമ്മിതികൾ, ഇതൊരു ചരിത്ര നിർമ്മിതിയാണല്ലോ. പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി വരുന്നു എന്ന് നമ്മുടെ യുവാക്കൾക്ക് വരെയില്ലേ. യഥാർത്ഥത്തിൽ പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി ആരായിരുന്നു? നേരത്തെ അറിയാലോ, 52 വയസ്സാണ് അച്യുതമേനോൻ. 48 വയസ്സായിരുന്നു ആദ്യ മന്ത്രി. 48 വയസ്സായിരുന്നു. എനിക്കൂടെ ആന്റണിക്കും അറൗണ്ട് ഏറ്റവും പ്രായം കുറഞ്ഞത് ആന്റണിയാണല്ലേ. അതാണ് അത് ആലോചിക്കണം. അപ്പോൾ ഇത് ഒരു വസ്തു പറഞ്ഞാണ്. അപ്പോൾ ഈ മാധ്യമങ്ങൾ എങ്ങനെയാണ് ആരാധനയോടുകൂടി ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ പ്രശ്നമാണ്. ഈ മാധ്യമങ്ങൾ എന്തോ പറഞ്ഞോട്ടെ, എന്തോ കാണിച്ചോട്ടെ, ഇത്തരം സന്തോഷകരമായ കാര്യങ്ങൾ പോസിറ്റിവിറ്റി വരട്ടെ എന്നൊക്കെയാണല്ലോ ഇപ്പോഴത്തെ നമ്മുടെ ഒരു ട്രെൻഡ്. പോസിറ്റിവിറ്റി വരട്ടെ, അതാണല്ലോ ആൾക്കാർക്കല്ല ഇഷ്ടം. പോസിറ്റിവിറ്റി നിറഞ്ഞോട്ടെ. പക്ഷേ ഈ ചരിത്രം എപ്പോഴും തെറ്റായി പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളും നിയമസഭയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരും തെറ്റായി ചിത്രീകരിക്കരുത്. അത് ഭാവി തലമുറയോടും ഭാവി കേരളത്തോടും മാത്രമല്ല നമ്മൾ തന്നെ ചെയ്യുന്നൊരു വഞ്ചനയായിരിക്കും. അതാണ് എനിക്ക് ആ വിഷയമായി എനിക്ക് തോന്നുന്നു. പിന്നെ നായനാരടക്കം കരുണാകരനടക്കമുള്ള മുൻ മുഖ്യമന്ത്രിമാർ
മാധ്യമങ്ങളോടൊക്കെ ഞാൻ പല വീഡിയോകളിലൊക്കെ നമ്മൾ നയനാരുടെ ഏറ്റവും സരസമായി പറയുന്നത് നയനാരാണ്. നയനാരാണ് ഏറ്റവും സരസമായി മാധ്യമങ്ങളെ കൈകാര്യം ചെയ്തത്. വളരെ സർക്കാസ്റ്റിക്കായി അദ്ദേഹം ആ വിഷയങ്ങൾ അവതരിപ്പിക്കും. പക്ഷെ അന്ന് ഇത്രയും യൂട്യൂബേഴ്സും മാധ്യമങ്ങളൊന്നും ഇല്ല, ദൃശ്യമാധ്യമങ്ങൾ ഇത്ര സജീവമായിട്ടില്ല. എന്നാൽ തന്നെ നന്നായി മാധ്യമ പരിലാളന അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം എന്തെല്ലാം വിവാദ പ്രസ്താവന നടത്തിയാലും, ആ വിവാദമെന്ന് വിവാദമാകേണ്ട പ്രസ്താവന നടത്തിയാലും അത് വിവാദമല്ലാതായി മാറും എന്ന രീതിയിൽ അത്രയും വളരെ സരസമായി അദ്ദേഹത്തിന് അവതരിപ്പിക്കാൻ. ഇതൊന്നും കേവലം ഒരു പുതുമയുള്ള കാര്യമല്ല എന്ന് കേരള സമൂഹത്തിന് അറിയാം. ചരിത്രം പരിശോധിക്കുന്നവർക്കും ചരിത്ര വിദ്യാർത്ഥികൾക്കും അറിയാം, രാഷ്ട്രീയം ശ്രദ്ധിക്കുന്നവർക്കൊക്കെ അറിയാം. പക്ഷെ ഇത് നമുക്ക് പുതുമയായി നമുക്ക് കാണിക്കുന്നതും പുതുമയാണെന്ന് തോന്നുന്നവരും നമ്മുടെ മാധ്യമങ്ങളാണ്. അതിൽ പറഞ്ഞ ഒരു അമിത ആരാധനയുടെ ഒരു രൂപം അതിനകത്ത് കണ്ടുവരുന്നുണ്ട്. അതൊക്കെ ഈ പൂച്ച് പുറത്താവുമ്പോൾ ഇതെല്ലാം ശരിയാകും എന്ന് കരുതാം.